പ്രസിദ്ധ സംവിധായകനും തിരക്കഥാകൃത്തുമായ അന്തരിച്ച ബഹുമാനപ്പെട്ട ജോൺ പോൾ സാറിൻ്റെ ക്ലാസ്സിൽ ഒരിക്കൽ പങ്കെടുക്കാനിടയായി. ക്ലാസ്സിൻ്റെ ഓഡിയൻസ് പലതരത്തിലുള്ള ആളുകളാണ്. ബ്രദേഴ്സുണ്ട്, വൈദികരുണ്ട്, സന്യാസികളുണ്ട്. ക്ലാസ് തുടങ്ങുമ്പോൾ അദ്ദേഹം ഓഡിയൻസിനോടായിട്ട് ഒരു ചോദ്യം എറിഞ്ഞിട്ടു. ചോദ്യം ഇങ്ങനെയാണ്: എന്താണ് ആത്മീയത? പല കോണിൽ നിന്ന് പലതരത്തിലുള്ള ഉത്തരങ്ങൾ വന്നു. ദൈവത്തെ കണ്ടെത്തുന്നതാണ് ആത്മീയത, ദൈവത്തോട് കൂടിയിരിക്കുന്നതാണ് ആത്മീയത, ദൈവ അന്വേഷണമാണ് ആത്മീയത. അവസാനം ഈ ജോൺ പോൾ സാറിൻ്റെ ഊഴമെത്തി. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം അത് ആഴത്തിൽ സ്പർശിക്കുന്നതായിരുന്നു. അദ്ദേഹം ആത്മീയതയെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു: ആത്മീയത എന്നത് ലോക സുഖ ഭോഗങ്ങളുടെ മിതവ്യയമാണ്. വളരെ കണ്ണു തുറപ്പിക്കുന്ന ഒരു ചോദ്യവും ഉത്തരവുമായിരുന്നു. ആത്മീയത ലോക സുഖ ഭോഗങ്ങളുടെ ഒരു മിതവ്യയമാണ്. ഒന്നാമത്തേത് ലോകം. ഒരു ക്രിസ്തു ശിഷ്യൻ ലോകത്തിൻ്റെതാണെങ്കിലും ലോകത്തിൻ്റേത് അല്ലാത്ത പോലെ ജീവിക്കണം. ലോകം അവനെ കീഴ്പ്പെടുത്തരുത്. വെള്ളത്തിന് മുകളിൽ സഞ്ചരിക്കുന്ന കപ്പലിനെ പോലെ ആയിരിക്കണം അവൻ്റെ ജീവിതയാത്ര. രണ്ടാമത്തേത് സുഖമാണ്. സുഖത്തെ മാത്രമാണ് ഒരു വ്യക്തി അന്വേഷിക്കുന്നതെങ്കിൽ അവന് ജീവിതത്തിൻ്റെ അർത്ഥമറിയാനായിട്ട് സാധിച്ചിട്ടില്ല. മൂന്നാമത്തേത് ഭോഗമാണ്. എഴുത്തച്ഛൻ്റെ വരികൾ: ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം. കർത്താവായ യേശുക്രിസ്തു അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടും. എന്തുമായിക്കോട്ടെ, പാരമ്പര്യത്തിന്റെ പ്രൗഢി, ദേവാലയത്തിന്റെ പ്രൗഢി, കുടുംബ മഹിമ, നാം സ്വീകരിച്ചിരിക്കുന്ന സൗകര്യങ്ങൾ, അങ്ങനെ എന്തുമായിക്കോട്ടെ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. എഴുത്തച്ഛൻ വീണ്ടും പാടുന്നുണ്ട്: ചക്ഷുശ്രവള ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. പാമ്പിന്റെ വായിലിരിക്കുന്ന തവള അത് ഭക്ഷിക്കാൻ ഭക്ഷണം അന്വേഷിക്കുന്നത് പോലെയാണ് മനുഷ്യന്റെ ജീവിതവും അതിൻ്റെ സുഖഭോഗവും. ആത്മീയ മനുഷ്യനായിട്ട് മാറാൻ നാം എന്തെല്ലാം കനമുള്ള ചിറകുകൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കും? നമുക്ക് പര്യാലോചിക്കാം. ദൈവത്തിലേക്ക് തിരിച്ചു വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.